ബൈനറി അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷനൊക്കെയാണ് അരിത്തമെറ്റിക്കിൽ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി അരിത്തമെറ്റിക് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കീബോർഡ് വഴി കൊടുക്കുന്നത് ഡെസിമൽ നമ്പേഴ്സിന്, ഇപ്പോൾ 1, 2 അല്ലെങ്കിൽ 10, 10+1 അല്ലെങ്കിൽ 10+20 ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനത് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അഡിഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ വി ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ആഡ് 2 ഡെസിമൽ നമ്പേഴ്സ്, നമ്മൾ കൊടുക്കുന്ന 2 നമ്പർ ഡെസിമൽ നമ്പേഴ്സാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദ കമ്പ്യൂട്ടർ ആക്ച്വലി ആഡ് ദെയർ ബൈനറി ഇക്വാലൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വാലൻ്റ് ആക്കിയതിന് ശേഷമാണ് കമ്പ്യൂട്ടർ അഡിഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് ബൈനറി അഡിഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ബൈനറി അഡിഷൻ ഇപ്പോൾ 2 ബിറ്റ്സ് തമ്മിലാണല്ലോ ആഡ് ചെയ്യുന്നത്. എ ബി 2 ബിറ്റ്സ് ആണ്. അതെന്താണ്? 0 0 0 + 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ 0, അഡിഷൻ കിട്ടുന്ന വാല്യൂ 0യും ക്യാരി, അതിന് ക്യാരി ഉണ്ടാകത്തില്ല, ക്യാരി 0. ബൈനറി അപ്പോൾ 0സും 1സിലാണല്ലോ പറയുന്നത്. നെക്സ്റ്റ് 0 + 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ 1, ക്യാരി 0. 1 + 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ 1, ക്യാരി 0. ഇനി 1 + 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സമ്മ 0, ക്യാരി 1 വരും. അതായത് ഇവിടെ നമ്മൾ 0 + 0 ആൻസർ 0, അതാണ് സമ്മ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 0 + 1 0 + 1 ആഡ് ചെയ്യപ്പോൾ സമ്മ 1 തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് 1 + 0 1 + 0 ചെയ്താലും സമ്മ 1, അവിടെ ക്യാരി വരുന്നില്ല, ക്യാരി 0. നെക്സ്റ്റ് 1 + 1 ആഡ് ചെയ്യുക, 2 ബിറ്റ്സ് 1 തന്നെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 1 + 1 എന്ന് പറഞ്ഞാൽ 0, അതിൻ്റെ ക്യാരി ഇവിടെ വരും, ആ ക്യാരി താഴെ കൂടെ വേറെ നമ്പേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 0 എന്ന് ആൻസർ എഴുതും. അതാണ് ഇവിടെ ക്യാരി 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നതിൽ ഇഫ് 3 ones ആർ ആഡഡ്, ദറ്റ് ഇസ് 1 + 1 + 1, അതായത് ഇപ്പോൾ 2 നമ്പേഴ്സ് ഇപ്പോൾ 11 + 1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ 1 + 1 ഈസ്, നമ്മൾ പറഞ്ഞു 1 + 1ൻ്റെ സമ്മ് 11 + 11. ഇപ്പോൾ 1 + 1ൻ്റെ സമ്മ് എന്താണ്? 1 + 1ൻ്റെ സമ്മ് 0യും അവിടെ ക്യാരി 1 വരുമെന്ന് പറഞ്ഞാൽ ആ ക്യാരി ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നോക്കി, ഇവിടെ 3 ones വരുന്നുണ്ട്. 1 + 1 0, 0 + 1, അപ്പോൾ വീണ്ടും 1 വരുന്നുണ്ട്. അവിടെ എന്ത് വരും? ക്യാരി 1, സമ്മ് 1 ആയിരിക്കും, അവിടെ ക്യാരി 1 വരും. അത് 11 ആയിട്ട് വരും. 11 അല്ല 110 എന്ന് പറയും. അത് 3 1 വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സമ്മ് 1ഉം അതിന് കൂടെ വരുന്ന ക്യാരി 1 ആയിരിക്കും. ഇതിൻ്റെ ഈ 1 ഇവിടെ ക്യാരി വരും, ആ 1 ആണ് താഴോട്ട് ആഡ് ചെയ്ത് എഴുതുന്നത്, 110 എന്ന് വരും. 11 + 11 എന്ന് പറയുന്നത് 110 ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ബൈനറി നമ്പർ. ഇപ്പോൾ തന്നിരിക്കുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1011 + 1001 ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഡെസിമൽ വാല്യൂവിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ഡെസിമൽ 11ഉം 1001ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 9ഉം ആണ്. 11 + 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ആണ് ആൻസർ കിട്ടേണ്ടത്. ഇത് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുമ്പോൾ ഇതിന് 11ൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയും 9ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ആക്കിയിട്ടാണ് അഡിഷൻ ചെയ്യുന്നത്. 1 + 1 എന്ന് പറയുന്നത് 0, ഇവിടെ 1 ക്യാരി വരും. ഇനി 1 + 0 1 + 1 എന്ത് വരും? 1. അപ്പോൾ ഇവിടുത്തെ ക്യാരി മാത്രം നോക്കിയാൽ മതി. 1 + 1 എഗെയിൻ 0, ക്യാരി 1 മുകളിലോട്ട് പോകും. ദെൻ 0 + 0 + 1 1, 1 + 1 0, ക്യാരി 1. ആൻസർ 10100 എന്ന് വരും. ഇത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ബൈനറി ഡെസിമൽ വാല്യൂ കറസ്പോണ്ട് എഴുതുകയാണ്. നമ്മളിതിങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അഡീഷൻസ് ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 0 + 0 ആണെങ്കിൽ 0, സമ്മ് 0, ക്യാരി 0. 0 + 1 ആണെങ്കിൽ സമ്മ് 1, ക്യാരി 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ബൈനറി നമ്പേഴ്സ് 110 111 ആൻഡ് 100 110. നമ്മൾ എഴുതുമ്പോൾ 110 111 100 110. നമ്മൾ ആഡിഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡീഷനിൽ 1 + 0യുടെ സം എന്ന് പറയുന്നത് 1 ആണ്. അതിവിടെ എഴുതുക. നെക്സ്റ്റ് 1 + 1 എന്ന് പറയുന്നത് 0 സമ്മും അതിൻ്റെ ക്യാരി 1 വരെ, അത് തൊട്ട് മുകളിൽ എഴുതുക. നെക്സ്റ്റ് ഇവിടെ 3 1s വരുന്നുണ്ട്. 3 1 വന്നു കഴിഞ്ഞാൽ സമ്മ് 1ഉം
അതിൻ്റെ ക്യാരി 1 വരും. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദർ ആർ 3 ones are added, sum is 1 and carry is 1. So here 3 ones are added, so sum is 1 and the carry over here. Then 1 plus 0 plus 0 0, 0 plus 1 is 1. Then 1 plus 0 is 1. 1 plus 1 is sum is 0. Then carry over here, that 1 is also down with. Answer is 1 0 1 1 1 0 0 1 0 1. ഇതാണ് അഡിഷൻ. അഡിഷൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കേസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 plus 1 സം 0 ക്യാരി 1, അവിടെ മാത്രമേ ക്യാരി 1 വരുന്നുള്ളൂ. പിന്നെ ഒരു അഡീഷണൽ കേസ് എന്ന് പറയുന്നത് 3 ones ആഡ് ചെയ്യുന്ന സമയത്ത് സം 1 ക്യാരി 1, അല്ലാത്ത കേസിലെല്ലാം ക്യാരി 0യും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി സബ്ട്രാക്ഷൻ ആണ്. നെക്സ്റ്റ് ഈസ് ബൈനറി സബ്ട്രാക്ഷൻ. ബൈനറി സബ്ട്രാക്ഷനിൽ 2 bits നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിഫറൻസും അതിൻ്റെ ഇവിടെ നേരെ സം ആയിരുന്നെങ്കിൽ ഇവിടെ ക്യാരിക്ക് പകരം ഇവിടെ ബോറോ ആണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് 0 - 0, ആൻസർ 0, അതിൻ്റെ ബോറോ 0. നമ്മൾ കടം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 0 - 1, 0 1 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് 1ഉം അവിടെ വരുന്ന ബോറോ 1 വരും. ഇനി 1 0 വരുന്ന കേസിൽ ഡിഫറൻസ് 1 നിന്ന് 0 മൈനസ് ചെയ്താൽ 1 വരും, അവിടെ ബോറോ ഒന്നുമില്ല, അവിടെ 0 ആണ് ബോറോ വരുന്നത്. ഇനി 1 - 1 is 0, ബോറോ 0. ഇഫ് 1 is subtracted from 0, 1 0 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം വലിയ നമ്പർ ചെറുതിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള നമ്പറിൽ നിന്ന് നമ്മൾ കടം എടുക്കാറുണ്ട്. ഇപ്പോൾ 18 അല്ലെങ്കിൽ 28 - 9 ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 8 നിന്ന് 9 കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 നിന്ന് കടം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 18 - 9 9, 1 താഴെ എടുത്ത് എഴുതും. സിമിലർ വൈസ് തന്നെയാണ് ഇവിടെ 0 നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല, അപ്പോൾ തൊട്ടടുത്തുള്ള 1 നിന്ന് നമ്മൾ കടം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ കടം എടുത്ത് കഴിയുമ്പോൾ ഇവിടെ 1 0ക്ക് വരും 10 എന്നും ഈ നമ്പർ 1 ആയിട്ട് വരും. 10 - 1 is 1, ഡിഫറൻസ് 1 എന്ന് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. borrowed from if 1 is subtracted from 0, the difference is 1, but 1 is borrowed from the immediate left bit of first number. തൊട്ടടുത്ത് വരുന്ന 1 നിന്ന് തൊട്ടടുത്ത് വരുന്ന നമ്പറിൽ നിന്നാണ് നമ്മൾ കടം എടുക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സബ്ട്രാക്ട് 1 0 1 0 1 ഫ്രം 1 1 1 1 1. അപ്പോൾ ഈ ഫ്രം വരുന്നതാണ് ആദ്യം എഴുതുന്നത് അല്ലേ, ഫ്രം കഴിഞ്ഞുള്ളതാണ് ആദ്യം എഴുതുന്നത്. ഇതിൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടത്. ഇത് നമ്മൾ നമ്പേഴ്സ് എഴുതി 1 1 1 1 1 0 1 0 1. പറഞ്ഞു 1 നിന്ന് 1 മൈനസ് ചെയ്താൽ 0 വരും. 1 നിന്ന് 0 മൈനസ് ചെയ്താൽ 1 എഴുതും. 1 നിന്ന് 1 മൈനസ് ചെയ്താൽ 0. 1 നിന്ന് 0 മൈനസ് ചെയ്താൽ 1. 1 നിന്ന് 1 മൈനസ് ചെയ്താൽ 0. ഇവിടെ നമുക്ക് ബോറോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് വലിയ നമ്പറിൽ നിന്ന് ചെറുത് തന്നെയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 0 1 0 1 0. ഇനി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് 1 0 1 1 1 ഫ്രം 1 0 1 0 0 0. അപ്പോൾ ഈ ഫ്രമിന് ശേഷമുള്ള നമ്പറാണ് ആദ്യം എഴുതേണ്ടത്. 1 0 1 0 0 0 നിന്ന് 1 0 1 1. അപ്പോൾ ലാസ്റ്റ് നമ്പറിൽ നിന്നാണ് എഴുതേണ്ടത്. ഇവിടെ നിന്ന് എഴുതി പോകരുത്, ലാസ്റ്റിൽ നിന്നാണ് എഴുതാൻ, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നിന്നാണ് എഴുതി വരേണ്ടത്. ഇവിടെ നോക്കപ്പോൾ 0യിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കാൻ പറ്റത്തില്ല, കാര്യം 0 ഈസ് ലെസ്സർ ആണ്. 1ൽ നിന്ന് നോക്കുമ്പോൾ ലെസ്സർ നമ്പറാണ്. നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ 0 വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നമ്പറിൽ നിന്ന് കടം എടുക്കണം. ഇത് 0 ആണ്, നെക്സ്റ്റ് 1 ഈസ് 0. അപ്പോൾ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് കടം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് 1നെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഇവിടെ 0 എഴുതി, പിന്നെ തൊട്ടടുത്ത നമ്പർ 1 എന്ന് എഴുതി. അപ്പോൾ ഇവിടുന്ന് ഇത് 1 ആവും, ഇത് ഇപ്പുറത്തോട്ട് ജമ്പ് ചെയ്ത് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. 10 - 1 ഈസ് ഇനി പറഞ്ഞു. ഇനി നമ്മൾ ഈ മുകളത്തെ നമ്പേഴ്സ് മാത്രമാണ് മൈനസ് ചെയ്ത് പോകുന്നത്. 10 - 1 എന്ന് പറയുന്നത് 1. ഇനി ഈ നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 1 - 1 0, 1 - 1 0, 0 - 0 0. എഗെയിൻ ഇവിടെ 0 1 വരുന്നുണ്ട്. 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ 0യും ഇവിടെ 1ഉം എഴുതും. ഇവിടെ 10 എന്ന് എഴുതണം, 0ക്ക് വരും 10 എന്ന് എഴുതണം. 10 - 1 എന്ന് പറയുന്നത്
1 0. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0 1 0 0 1 എന്ന് വരും. ഒന്നുകൂടെ പറയാം. തന്നിരിക്കുന്ന നമ്പർ 1 0 1 0 0 0. ഇത് നമ്മൾ മൈനസ് ചെയ്യുന്നത് 1 0 1 1 1ൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ബിറ്റ് നോക്കും. ഇത് 0 ആണ്. 1 വരുന്ന പ്ലേസ് എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ 1നെ ക്യാൻസൽ ചെയ്ത് ഇതിൻ്റെ മുകളിൽ 0, തൊട്ടടുത്ത നമ്പറിനെ ക്യാൻസൽ ചെയ്ത് അവിടെ 1 ആക്കും, ഇവിടെ 1 ആക്കും. ഏറ്റവും ലാസ്റ്റ് നമുക്ക് എവിടെയാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ 10 എന്ന് എഴുതും. ഇനി ഈ മുകളിലത്തെ ബിറ്റ്സിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 10 മൈനസ് 1 ഇസ് 1, 1 മൈനസ് 1 ഇസ് 0, 1 മൈനസ് 1 ഇസ് 0, 0 മൈനസ് 0 0. വീണ്ടും 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് 1 കടമെടുത്തു, ഇവിടെ 0 എഴുതി, ഇവിടെ 1 10 എന്ന് എഴുതാം. 10 മൈനസ് 1 ഇസ് 1. ആൻസർ 1 0 0 0 1. നെക്സ്റ്റ് സിമിലർ ഒരു ക്വസ്റ്റ്യൻ. 1 0 0 0 1ൽ നിന്ന് 0 1 0 1 1 കുറയ്ക്കണം. അപ്പോൾ 1 മൈനസ് 1 ഈസ് 0. ഇവിടെ വീണ്ടും പഴയ പോലെ വരികയാണ്. 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള നമ്പർ 1 ഇവിടെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഇവിടെ 0 എഴുതും. തൊട്ടടുത്ത നമ്പേഴ്സിൽ 1 ഷിഫ്റ്റ് ചെയ്ത് പോകണം. ഇവിടെ 1 എഴുതും, ഇവിടെ 1. ഇവിടെയാണ് നമുക്ക് നമ്പർ വേണ്ട. അപ്പോൾ ഇവിടെ 10 എന്ന് എഴുതാം. എഴുതാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാക്കിയെല്ലാ നമ്പറും ക്യാൻസൽ ചെയ്യാം. മുകളിലുള്ള നമ്പറുമായിട്ട് മൈനസ് ചെയ്യുക. 10 മൈനസ് 1 എന്ന് പറയുന്നത് 1. 1 മൈനസ് 0 1, 1 മൈനസ് 1 0, 0 മൈനസ് 0 0. ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 1 1 0യിൽ നിന്ന് 0 0 1 1 ക്യാൻസൽ ചെയ്യാം. 0യിൽ നിന്ന് 1 ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അടുത്തുള്ള നമ്പറിൽ നിന്ന് കടമെടുക്കും. ഇത് 0 ആവും, ഇത് 10 എന്ന് വായിക്കുക. ഇതിനെ ഞാൻ ക്യാൻസൽ ചെയ്യാം. 10 മൈനസ് 1 എന്ന് പറയുന്നത് 1. എഗെയിൻ 0യിൽ നിന്ന് 1 ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് ഇതിനെ 0 എന്ന് എഴുതി ഇവിടെ 10 എന്ന് എഴുതാം. 10 മൈനസ് 1 ഈസ് 1. 0 മൈനസ് 0 0. 1 മൈനസ് 0 ഈസ് 1. ആൻസർ ഈസ് 1 0 1 1. One more subtraction question. 1 1 1 1 0യിൽ നിന്ന് 1 0 0 1 1 മൈനസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. തൊട്ടടുത്തുള്ള ബിറ്റിൽ നിന്ന് 1 ക്യാൻസൽ ചെയ്ത് 0 ഇവിടെ നിന്ന് ബോറോ എടുത്തു. അപ്പോൾ ഇവിടെ ബോറോ ചെയ്യപ്പോൾ ഇത് 10 ആയിട്ട് വരും. 10ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1. 0യിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. തൊട്ടടുത്തുള്ള ബിറ്റിൽ നിന്ന് നമ്മൾ കടമെടുക്കും. ഇത് 0 ആകുമ്പോൾ തൊട്ടടുത്ത നമ്പർ ഇത് 10 വരും. 10ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 1. 0 മൈനസ് 0 0, 1 മൈനസ് 0 1, 1 മൈനസ് 1 0. So answer is 1 0 1 0 1 1. Thank you.